നിലമ്പൂർ തേക്ക് മ്യൂസിയം. ഇവിടെ കുറേ ട്രൈബൽ പീപ്പിൾസ് ഒക്കെ ഉണ്ട്. എനിക്ക് അവരോട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പറ്റുമോ നോക്കട്ടെ. രാവിലെ 6 മണിക്ക് ഞാൻ ബൈക്ക് എടുത്തിട്ട് ഇറങ്ങി. കുറേ കാലമായി ബൈക്കിലൊരു ട്രിപ്പ് പോയിട്ട്. ഈ രാവിലെയുള്ള യാത്രകൾ അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നാട് ഉണർന്നു വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ബാംബു എന്നർത്ഥം വരുന്ന സാൻസ്ക്രിറ്റ് വേർഡായിട്ടുള്ള നിലമ്പയിൽ നിന്നാണ് നിലമ്പൂർ എന്ന പേരിന്റെ ഉറച്ച്. അതെ, ഞാൻ ഇന്ന് പോകുന്നത് നിലമ്പൂരിലേക്കാണ്. ഏകദേശം 8 മണിയായപ്പോൾ ഞാൻ അവിടെ നിലമ്പൂരിനടുത്തുള്ള കനോലി പ്ലോട്ടിലേക്ക് എത്തി. നേരത്തെ എത്തിയതുകൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ചിരുന്നു. ആദ്യം പോയത് നിലമ്പൂരിനടുത്തുള്ള ചന്തക്കുന്നിലുള്ള ബംഗ്ലോ കുന്നിലേക്കാണ്. പേര് പോലെ തന്നെ കുന്നിന്റെ മുകളിലുള്ള ഒരു ബംഗ്ലാവ്. അതിലേക്ക് പോകുന്ന വഴിയാണ് കുറച്ചും കൂടെ എടുത്തു പറയേണ്ടത്. ചുറ്റിലും വലിയ തേക്ക് മരങ്ങളും പിന്നെ പേരറിയാത്ത ഒരുപാട് വലിയ മരങ്ങളും. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടിലൊന്നൊക്കെ പറയണ്ടായി. ബംഗ്ലാവ് കുന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1929 ടിപ്പുവിന്റെ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് അന്നത്തെ നിലമ്പൂർ കോവിലകം ബ്രിട്ടീഷുകാർക്ക് പണി കഴിപ്പിച്ച് കൊടുത്തതാണ് ഈ ബംഗ്ലാവ്. ഇവിടെ നിന്ന് നോക്കിയാൽ നിലമ്പൂർ ടൗൺ മുഴുവനായിട്ട് കാണാൻ പറ്റും. സ്കൈ വാക്കാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ. പേഴാമ്പലിനെയും മലയണ്ണാനെയും പല ഭാഗത്തായിട്ട് മരങ്ങൾ കാണാൻ പറ്റി. ഇവിടുന്ന് 3.5 കിലോമീറ്റർ അപ്പുറത്താണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം ഉള്ളത്. 1995 എസ്റ്റാബ്ലിഷ് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ തേക്ക് മ്യൂസിയം ആണിത്. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കും ഇതിനകത്താണുള്ളത്. നിലമ്പൂർ തേക്ക് മ്യൂസിയം ഒരുപാട് തുറന്ന് കാണാനുണ്ട്. മ്യൂസിയത്തിൻ്റെ അകത്ത് കുറച്ച് തേക്കിനെ കുറിച്ചുള്ള ഹിസ്റ്ററി കാര്യങ്ങളുണ്ടെങ്കിലും പക്ഷേങ്കിൽ ചുറ്റിലുള്ള ബയോ റിസോഴ്സ് നാഷണൽ പാർക്ക് ഇതാ അവിടെ ഒരുപാട് നടന്ന് കാണാനുണ്ട്. പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പൊതുവെ ആളുകൾ കുറവാണ്. പാട്ട് കേൾക്കുന്നില്ലേ? കുറേ നടന്നുകൊണ്ട് പാട്ട് കേട്ടിരിക്കുകയെന്ന് വിചാരിച്ചു. 3.5 മണിക്കൂറിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. നെടുങ്കാറ്റിലേക്കാണ് ഇനി പോകുന്നത്. കേരളത്തിലെ 18th വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ടുള്ള കരിമ്പുഴ വൈൽഡ് ലൈഫ് സാഞ്ചുറിൻ്റെ അകത്താണ് നെടുങ്കായം റെയിൻ ഫോറസ്റ്റ് ഉള്ളത്. 2.5 കിലോമീറ്റർ മുഴുവനായിട്ട് കാട്ടിലൂടെയുള്ള റൈഡ്. അത് അത്രയും അടിപൊളിയായിരുന്നു. മഴക്കാലമായിരുന്നതിൽ കുറച്ചും കൂടെ ഒന്നായിരുന്നു എന്ന് തോന്നി. ഇതേ ഞാനിപ്പോൾ ഉള്ളത് നെടുങ്കായത്താണ് കേട്ടോ. ഭയങ്കര അടിപൊളി. ഈ കാട്ടിക്കൂടുള്ള റൈഡും പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ കുറേ ട്രൈബൽ പീപ്പിൾസ് ഒക്കെ ഉണ്ട്. എനിക്ക് അവരോട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. ആദിവാസി കുടുംബം താമസിക്കുന്ന വില്ലേജ് ആയതുകൊണ്ടായിരിക്കാം. ഈ ഗ്രാമത്തിലെ ഒരേ ഒരു സ്കൂളിലേക്കാണ് ഞാൻ ആദ്യം പോയത്. കുട്ടികളെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് ചെന്നപ്പോൾ ക്ലാസ് മുഴുവൻ കാലി. അവിടെ നിന്ന് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. സീത ടീച്ചർ ഗ്രാമത്തിലുള്ളതാണ്. കുറേ കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നു. അന്ന് അവിടെ ഒരു മരണം ഉണ്ടായി. അതിലെ ചടങ്ങിൽ പങ്കെടുക്കാനാണ് കുട്ടികളെല്ലാവരും പോയത്. കുട്ടികൾ മാത്രമല്ല, ഗ്രാമത്തിലെല്ലാവരും പോകണമെന്നാണ് അവിടുത്തെ ഒരു രീതി. ആകത്ത് 110 പേരാണ് അവിടെ ഉള്ളത്. കൃഷിയാണ് ഇവരുടെ പലരുടെയും ജീവിതമാർഗം. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരും കുറവൊന്നുമല്ല. എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാവുന്നത് കൊണ്ട് പുതുതലമുറക്കാരെല്ലാവരും പഠിക്കുന്നുണ്ട്. എല്ലാം സീത ടീച്ചർ പറഞ്ഞു തന്നതാ. ഈ ട്രിപ്പിൽ അവസാനത്തെയും എനിക്ക് സെക്കൻഡ് മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അടുത്തായിട്ട് പോയത്. നിലമ്പൂർ അകമ്പാടത്തുള്ള കുരിശുപാറ. നിലമ്പൂർ ടൗണിൽ നിന്ന് 15 കിലോമീറ്റർ മാറിയിട്ട് കക്കാടംപൊയിൽ റൂട്ടിലാണ് കുരിശുപാറ ഉള്ളത്. മുകളിലോട്ട് 500 മീറ്റർ 80 ഡിഗ്രി ചെരിഞ്ഞ് ചെങ്ങലയിൽ പിടിച്ച് തൂങ്ങിയിട്ട് വേണം മുകളിലെത്താൻ. എത്താൻ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും മുകളിൽ നിന്നുള്ളൊരു വ്യൂ. ഹായ്, ഹലോ. ഐ തിങ്ക് ദിസ് മൈറ്റ് ബി മൈ ലാസ്റ്റ് വ്ളോഗ് ഐ ഗസ്. ദൈവമേ, അങ്ങനെ നാക്കല്ലേ.
കുരിശുപാറ, നിലമ്പൂർ. അടിപൊളി സ്ഥലം. അതേപോലെ ട്രക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് കുഴങ്ങിയിട്ടുണ്ടായി. പക്ഷേ ടേക്കിംഗ് വ്യൂ, അടിപൊളി വ്യൂ ചുറ്റിലും. എന്തുകൊണ്ട് മലപ്പുറത്തിന് മലപ്പുറം എന്നുള്ള പേര് കിട്ടി എന്നുള്ളത് ഇപ്പം മനസ്സിലായി. ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ് കാണാം. തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള നീലഗിരി മൗണ്ടെയ്ൻസും പിന്നെ കേരളത്തിൻ്റെ കോഴിക്കോട് മലപ്പുറം ഏരിയ. പേര് വന്ന കാരണം ഫുള്ള് മലയാണ്, അത്ര തന്നെ.